Good afternoon to all. Good afternoon, Miss. Good Good afternoon, Miss. Good afternoon, Miss. Okay, yeah. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, യാ. നമുക്ക് ഇന്നത്തെ ഫോണിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ ക്ലാസ്സിൽ. അതുകൊണ്ട് ചിലപ്പോ ഒരു 2:30 കൂടുതൽ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തോടു കൂടി ഞാൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് കോൺടെക്സ്റ്റ് എടുക്കും. സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരോട് നിങ്ങളൊന്ന് ഗ്രൂപ്പിലാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ എന്ന് പറഞ്ഞേക്കും. ഇനി ആരും അറിഞ്ഞില്ല എന്ന് പറയണ്ട. കോൺടെക്സ്റ്റ് കഴിഞ്ഞാൽ എന്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സാം ആണ്, പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, പിന്നെന്താണ്, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ് മിസ്. സ്റ്റാർട്ട് ചെയ്തോളൂ. പ്രയർ ആരാ ചൊല്ല? പ്രയർ ഒന്നുമില്ലെന്ന്. പ്രയർ ഇങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് മിണ്ടാത്ത? ഇല്ലേ, ഉണ്ടോ ഇല്ലയോ? മിസ് പ്രയർ ഞാൻ ചെയ്യാം. ഓക്കെ. Good afternoon, ma'am and dear friends. Prayer. Oh Lord, we are grateful for the dawn of this day. Grant us wisdom and guide our steps. Bless our teachers, parents, and all the helping hands. Grant us strength, bring us joy, and wipe away every tear. Thank you. ഓക്കെ, ഈ തോട്ടത്തില് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാം, ഞാൻ പറയാം. Good afternoon, everyone. Today's thought of the day: education is the most powerful weapon which you can use to change the world. Nelson Mandela. I repeat, education is the most powerful weapon which you can use to change the world. Nelson Mandela. Okay, yeah. So let's start today's class. Conditional sentence എടുത്തിട്ടില്ല കേട്ടോ, എടുത്തിട്ടില്ല. നമ്മൾ ആ ചാപ്റ്റർ എടുത്തിട്ടില്ല കേട്ടോ. എക്സാമിന് അപ്പൊ ആ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലേ മിസ്? എക്സാമിന് ഏതൊക്കെ ഭാഗത്തുനിന്ന് വരുമെന്ന് പറയോ? പറയാലോ. നമ്മള് ടേം 1 and 2 എക്സാം ആണല്ലോ നിങ്ങൾക്ക്. അതിൽ ടേം 1 എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞല്ലോ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, ശരി. പറയൂ, എക്സാം നല്ല എക്സാം ആയിരുന്നു. പറഞ്ഞു തന്ന ഇമ്പോർട്ടൻസ് തന്നെയായിരുന്നു വന്നിരുന്നത്. ഓഹോ, ഓക്കെ. അപ്പോ ടേം 1 1 to 8 വരെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ആ ചാപ്റ്റേഴ്സിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻസ് വന്നത്. ഇനി ടേം 2 എങ്ങനെയാണ്? 9 to 17 വരെയാണ്. അത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ മിസ്. ഇതില് നമ്മൾ 9th ചാപ്റ്റർ എടുത്തിട്ടില്ല. കണ്ടീഷണൽ സെന്റൻസ് അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാൻ. അതിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല, വരില്ല. ചാൻസ് ഇല്ല എന്നല്ല, വരില്ല. ദെൻ പിന്നെ ഉള്ളത് പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷനിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഐ തിങ്ക് പ്രിപ്പോസിഷനിലെ ക്വസ്റ്റ്യൻ മോക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഡിലീറ്റഡ് എന്നാ കാണിക്കുന്നത്. ആണോ? അതെ അതെ. ഓക്കെ, ബാക്കി പ്രപ്പോസിഷൻ, പിന്നെ 11th ചാപ്റ്റർ റെക്കോർഡ് സ്പീച്ച് ആൻഡ് 12th ചാപ്റ്റർ എന്താണ്? 12th on participle. Participle അതിന്റെ മോക്കൊന്നും ഇട്ടില്ലല്ലോ. അത് എടുത്തായിരുന്നോ? ഓർമ്മയില്ല. അക്ഷയ
മ്യൂട്ട് ചെയ്യും. ആരോ നിന്റെ പിന്നെ അൺമ്യൂട്ട് ചെയ്യുമ്പോ എക്കോ അടിക്കുന്നു. ആ അതെ അതെ, എനിക്ക് എക്കോ വരുന്നത് എന്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണേ. ഓക്കെ, നമ്മള് പാർട്ടിസിപ്പിള് ആ ചാപ്റ്റർ പ്രത്യേകിച്ച് എടുക്കാനൊന്നും ഇല്ല, കാരണം നമ്മൾ ടെൻസ് പഠിച്ചാണ് ING4 പ്രസന്റ് കണ്ടിന്യൂസ് ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കാനും അതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് വരാത്തത്. പക്ഷെ ഇതിനൊരു ക്വസ്റ്റ്യൻ വരും കേട്ടോ, അതെങ്ങനെയാ ക്വസ്റ്റ്യൻ വരാ, ഏത് രീതിയിലാണ് വരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സിൽ ടേം 2 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യും, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം കേട്ടോ. പിന്നെയുള്ള ഫ്രേസൽ വെർബ് ആണ്, ഫ്രേസൽ വെർബിന്റെ ക്വസ്റ്റ്യൻ വരും. ദെൻ അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് ആണ്, അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ്, പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോ യൂണിറ്റ് 15 വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. Then 16 I think 16 റൈറ്റിംഗ് ആണ്, റൈറ്റിംഗിന് വരില്ല, റൈറ്റിംഗ് എന്നൊക്കെ പറയാൻ MCQ ആണല്ലോ, ഇതിന് എങ്ങനെ വരാം. പിന്നെയുള്ളത് 17 ആണ്, ഇത് കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷനൊക്കെയാണ്. അതിനോട് ഇതൊക്കെ അത്രയൊക്കെ ഉള്ളു. ഇതങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. 16 and 17 ക്വസ്റ്റ്യൻസ് വരില്ല. ഏതൊക്കെയാണ്? പ്രപ്പോസിഷൻ, റെക്കോർഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഫ്രേസൽ വെർബ്, സ്പെല്ലിംഗ്, പിന്നെ പാർട്ടിസിപ്പിൾ. ഇതാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാനിപ്പോ പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കുക, നോട്ട് ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ്? ആക്റ്റീവ് ആണോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതെ മിസ്, ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് അല്ല. കോൺടാക്ട്സിന്റെ കാര്യം ഇൻഫോം ചെയ്തോ? ഓക്കെ, നമുക്ക് പ്രപ്പോസിഷൻ, ഫസ്റ്റ് പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷൻ ക്വസ്റ്റ്യൻ വരാം അറ്റ് ആൻഡ് ഓൺ. അറ്റീനും ഓണീന്നുമാണ് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നമ്മൾ അറ്റ് എവിടേക്കാണ് യൂസ് ചെയ്യാ? അറ്റ് യൂസ് ചെയ്യേണ്ടത് ടൈം അല്ലെ? ഇമ്പോർട്ടന്റ് ടൈം ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ടൈമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നമുക്ക് പിന്നെ അച്ഛ പറയുന്ന ഹോളിഡേയിൽ പറയുന്നുണ്ട്. പ്ലേസ്, നൈറ്റ്. പ്ലേസ്, നൈറ്റ് അതൊക്കെ ഉണ്ട്. പിന്നെ ഹോളിഡേയിൽ പറയുന്നുണ്ടല്ലോ അച്ഛ, അതെങ്ങനെയാ പറയാ? ഹോളിഡേയിൽ അച്ഛ വരുന്ന എങ്ങനെയാ? അതൊരു പർട്ടിക്കുലർ പീരീഡ് ആണ്. ഓക്കെ, ആ ഒരു പീരീഡ് പറയുമ്പോഴാണ് അറ്റ് നമ്മളവിടെ യൂസ് ചെയ്യാം. ഇപ്പോ അറ്റൊരു എക്സാക്ട് ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ മെൻഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ് ഹോളിഡേ, ഓൺ ഹോളിഡേയിൽ ചേർക്കാൻ പറ്റും. അല്ല, ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ she had a week's holiday dash ഓണം. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ മിസ്? ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. She had a week's holiday dash ആണ്. ഇവിടെ മനസ്സിലാവുന്നതാ, അവൾക്ക് ഓണം ആ ഒരു പീരീഡില് വീക്ക് അല്ലെ, കുറച്ച് ആഴ്ച എന്താണ് ഹോളിഡേ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നോട് പർട്ടിക്കുലർ ഡേറ്റോ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. So we can use there. Which preposition we use? At. We can use at. Because ഓൺ പറയണമെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യണം. അതില്ലാത്തത് കൊണ്ട് നമ്മൾ അറ്റ് ആയിരിക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഹോളിഡേയിൽ ആ ഒരു പീരീഡ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. അഥവാ ഡേറ്റ് ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഓൺ ആഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? പക്ഷേ ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, അതിന്റെ ഒരു ഹോളിഡേ, ഓണത്തിന് നമുക്ക് കറക്റ്റ് ഒരു ഡേ പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? ക്രിസ്മസ് പോലെയല്ല, ക്രിസ്മസ് വിഷു ഒക്കെ പോലെയല്ല ഓണം വരാം.
ഒരു 4 days നമുക്ക് അവിടെ ഹോളിഡേസ് ഉണ്ട്. ഓരോ കറക്റ്റ് ഡേറ്റോട് മെൻഷൻ ചെയ്യാൻ പറ്റുന്നത് പറ്റില്ലാന്നല്ല, പക്ഷെ അറിയാം ഒരു പാർട്ടിക്കൽ ഒരു പീരീഡ് ആണ്, കുറച്ച് ടൈം ഡ്യൂറേഷൻ ഉണ്ട് അല്ലെ, ഡേയ്സ് ഡ്യൂറേഷൻ ഉണ്ട് ആ ഒരു സെലിബ്രേഷൻ. അപ്പൊ ഇവിടെ വരുന്നത് അറ്റായിരിക്കും. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി ഒരു പെർട്ടിക്കുലർ ഡേറ്റ്സ് ആണ് വരുന്നെങ്കിലോ, ഇപ്പോ വി സെലിബ്രേറ്റ് വിഷു ഡാഷ് 15th April എന്നാണ് വരുന്നെങ്കിൽ നമുക്ക് അവിടെ ഇത് പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യാം. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓൾ അല്ല, ഓൺ ആണ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് റിപ്പോർട്ട് സ്പീച്ച് ആണ് അല്ലെ. 11th ചാപ്റ്റർ റിപ്പോർട്ട് സ്പീച്ച് ആണ്. റിപ്പോർട്ട് സ്പീച്ചിൽ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുക, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. ഇപ്പോ she will cook dinner. She said I will cook dinner എന്നാണെങ്കിലോ, she said I will cook dinner. ഇത് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്തേ, എങ്ങനെയാ വരാം? She said that she would cook dinner. She said that. Ariyu, she said that. She would cook dinner. Yeah, she said that she would cook dinner എന്ന് വരും. She would ആണ്, വലിയ would ആകും, ഇത്രയേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ, she said I can cook dinner എന്നാണെങ്കിലോ, Can cook. She could. she cook she could cook dinner എന്ന് വരും. ഇനി ഇതാണെങ്കിലോ, she said I can't cook dinner എന്നാണെങ്കിൽ She couldn't cook. she couldn't cook. ഇത് മൂന്നും എഴുതി വെച്ചോളൂ കേട്ടോ. Then next ഏതാ? Boy said I have been writing a letter. ഇതെങ്ങനെ വരും? How can we report this? പറയൂ. Boy said I have been writing a letter. എന്നത് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ചെയ്തേ. Boy said that he had been writing a letter. Yeah, boy said that he had been writing a letter. Boy said that he had been writing a letter. Okay. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് എന്താ എക്സാമിന് വരാം കേട്ടോ. ടേം 2. And then ഇനിയിപ്പോ റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. ഇനി ചാപ്റ്റർ ആണ് ഇനി 12th one പാർട്ടിസിപ്പിൾ ആണ്. പാർട്ടിസിപ്പിൾ ഇപ്പൊ ക്വസ്റ്റ്യൻ വരാൻ ഇങ്ങനെയാണ്.
She is dash reading a book. Read, reading, reads, read. ഇതിൽ ഏതാണ് Reading. 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 INC. Yeah. അപ്പോ ഇത് ഈ മോഡലാണ് പാർട്ടിസിപ്പിൾ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ക്ലിയർ? ഇനിയിപ്പോ ഇതാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് ING ഫോം വരുന്നത് മാത്രമേ ഉള്ളൂ മിസ്. അതെ, കാരണം പാർട്ടിസിപ്പിൾ ING ഫോം ആയതുകൊണ്ടാണ്. ഇതാണെങ്കിലോ he was a movie. He was dash a movie. വാച്ചിങ്. Yeah. He was watching a movie. Clear? അപ്പോ അത്രയും ക്ലിയർ അല്ലേ? ഇനി 13 ഫ്രേസൽ വേർബ് ആണ്. ഫ്രേസൽ വേർബിൽ നിന്ന് വരുന്നത് ഫ്രേസൽ വേർബിന് ഒരു 2 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവട്ടെ. എല്ലാ ചാപ്റ്റേഴ്സിനും 2 ക്വസ്റ്റ്യൻ ഇതായിരിക്കും വരാം, കാരണം 10 ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോ ഫ്രേസൽ വേർബിൽ നിന്ന് നോർമലി വരുന്നത് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു 3 എണ്ണം നോട്ട് ചെയ്ത് വെക്കും. പറയുന്ന 3 എണ്ണം നോട്ട് ചെയ്ത് വെക്കും, അത് പഠിക്കാം. ഓക്കെ, the first one, put on, and turn down, put on, turn down, put on, turn down. 63, number 63 ആണ് ട്ടോ. turn down, reject ആണ് മീനിങ്. put on ആണെങ്കിൽ wear, ധരിക്കുക എന്നൊരു മീനിങ് ആണ്. and the third one is get up. get up അറിയാലോ, എണീക്കുക, get up. ഓക്കെ, അപ്പൊ ഈ 3ന്റെ മീനിങ് നോക്കി വെക്കാം. ഇതിൽ ഏതെങ്കിലും 1 or 2 ക്വസ്റ്റ്യന് വരും. ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ് അറിയാലോ, സിമ്പിൾ ആണ്. ഈസ് ആണെങ്കിൽ ഈസിന്റെ ആണ്, ഈസിന്റെ ആണെങ്കിൽ ഈസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഷീസ് റീഡിങ് എന്ത് വരും? ഷീസ് റീഡിങ്, ഈസ് ഇൻ ഷീ. യാ. She's not reading. Is she? Is she? Yeah, is she. Then if are ആണെങ്കിലോ, they are reading. Aren't they? Aren't they? Any? It drank milk. ആണെങ്കിൽ didn't it. Okay, കാരണം അത് past tense ആണ്. past tense ആയതുകൊണ്ട് നമ്മൾ did ആണ് യൂസ് ചെയ്യുക. സോ did അവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് didn't ആണ് പറയാം. ഓക്കെ, didn't eat എന്ന് പറയണം. ഓക്കെ, then she sang a song. Didn't she? Yeah, didn't she? Correct. ഇനി അപ്പോ അത്രയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം. then പിന്നെ ഏതാണ് അടുത്ത ചാപ്റ്റർ? അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗില് ഞാൻ പറയുന്ന ഒരു 3 വേർഡ് സ്പെല്ലിംഗ് നോക്കി വെക്കാം. Okay, the first one is vacation, vacation, vacation. Okay,
then comment, and Miss, comment. comment. Last certificate. ഇത് 3 എണ്ണം നോക്കി വെക്കാം. ഏതിന് ഒരെണ്ണം വരും. Vacation, comment and certificate. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ പോർഷൻസിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇത് എന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇനി എന്നെ കാണാൻ കിട്ടില്ല, കഴിഞ്ഞു. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കോൺവൊക്കേഷൻ ആയിരിക്കും. ഓക്കെ, കമന്റ് ആണ്. സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കൂ കേട്ടോ. ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞില്ല, സ്പെല്ലിംഗ് നിങ്ങൾ നോക്കി വെക്കും. കമന്റ് ആണ്, കമാൻഡ് അല്ല, നോട്ട് കമാൻഡ്, കമന്റ്. നമ്മള് ഒരു കമന്റ് നമ്മൾ പറയില്ലേ, ഗ്രൂപ്പ് എന്തെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിൽ നമ്മൾ താഴെ കമന്റ് ചെയ്യില്ല, ആ കമന്റ് ആണ് കേട്ടോ. കമാൻഡ് അല്ല, ഉത്തരവല്ല. കമാൻഡ് അല്ല, കമന്റ് ആണ്. അപ്പോ പറഞ്ഞു വന്നത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഒന്നും ചോദിക്കാനൊന്നുമില്ല? ഓക്കെ, ദെൻ നമുക്കിനി ഫോണിറ്റിക്സിലേക്ക് പോവാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഫോണിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫോണിറ്റിക്സ് എന്താണെന്ന് അറിയോ എല്ലാവർക്കും? അറിയാവുന്നതാണല്ലേ? പ്രത്യേകിച്ച് എന്താ പറയാ, കേട്ടിട്ടുണ്ട് കുറച്ചൊക്കെ അല്ലെ? നമ്മുടെ ഇംഗ്ലീഷില് എന്താണ്? നമ്മളെല്ലാ ലെറ്റേഴ്സ് പഠിച്ചു, വേർഡ്സ് പഠിച്ചു, നമ്മളത് കൂട്ടി വായിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു അല്ലെ? എല്ലാം അറിയണം. ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിപ്പോ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെന്താണ് നിങ്ങള് കറക്റ്റ് ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്? ആണോ? ഓരോ ലെറ്ററും ഓരോ വേർഡും കറക്റ്റ് ആയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്? ആണോ? ആണോ അല്ലയോ? അല്ല. 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 ഈ ക്ലാസ്സിൽ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, ആക്റ്റീവ് ആയിട്ടിരിക്കുക. ലാസ്റ്റ് ക്ലാസ് ആണ്, ഫോണിറ്റിക്സ് ആണ്. കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ വരും. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോ പ്രൊണൗൺസിയേഷൻ, ഫോണിറ്റിക്സ് എന്ന് പറയുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ്. ഓരോ നമുക്ക് ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫോണിറ്റിക്സിൽ എന്താണ്? ഓരോ സൗണ്ട്സ് ആണ്. ഓക്കെ, നമ്മൾ പറയുന്ന ഈ ആൽഫബറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ABCD ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ? ഒരിക്കലും അല്ല കേട്ടോ. പ്രൊണൗൺസിയേഷൻ തെറ്റാണ്. നമുക്ക് ഇതുവരെ പഠിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ്. അത് ഇപ്പോഴത്തെ സ്റ്റുഡൻസ്, എപ്പോഴത്തെ കുഞ്ഞു മക്കൾ പഠിക്കുന്നുണ്ടാകാം, കറക്റ്റ് രീതിയിൽ ആ പ്രൊണൗൺസിയേഷൻ പഠിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ABCD എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫോണിറ്റിക്സിലും അതുപോലെ ഉണ്ട്. 26 ആൽഫബറ്റ്സിൽ 5 വൊവൽസും ആൻഡ് 21 കോൺസണൻസ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലുള്ളത്, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. ഓക്കെ, ആൽഫബറ്റ്സ് ഒക്കെയാണ്. ദെൻ അതേപോലെ തന്നെയാണ് ഫോണിറ്റിക്സിലും. ഫോണിറ്റിക്സിൽ ഞാൻ പറഞ്ഞു സൗണ്ട്സ് ആണ്. ഫോണിറ്റിക്സിൽ എത്ര സൗണ്ട്സ് ഉണ്ടെന്ന് അറിയോ? We have 44 sounds in phonetic language. 44 sounds ഉണ്ട്. അതില് ഈ 44 സൗണ്ട്സും വന്നിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വൊവൽസിൽ നിന്നാണ്. ഈ 5 വൊവൽസിൽ നിന്നാണ് ഈ 44 സൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതില് 44 സൗണ്ട്സില് 20 vowels and we have 24 consonant sounds. Okay, clear? 20 vowels ഉണ്ട്, 24 consonant sounds ഉണ്ട്. ഇതില് ഈ 20 vowels തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The pure vowel and diphthong and the pure vowel തന്നെ ഡിവൈഡ് into long vowel and short vowel. ഈ ക്ലാസിഫിക്കേഷൻ നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും വരച്ചു വെക്കാം കേട്ടോ. എന്തായാലും ഞാൻ ഈ നോട്ടൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, എഴുതണമെങ്കിൽ എഴുതാം. എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നോട് പറയണം. എഴുതുന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് നോർമലി ക്ലാസ് എടുത്ത് പോവാം.
എഴുതുന്നുണ്ട് മിസ്. എഴുതിക്കോളൂ. ഈ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ വരച്ചു വെക്കാം കേട്ടോ. വരയ്ക്കോ എഴുതിയോ ചെയ്യാം. അതിനുശേഷം കഴിയുമ്പോൾ എന്നോട് പറയാം. ഓക്കെ. കഴിഞ്ഞു? യെസ്, കഴിഞ്ഞു. എല്ലാരെയും കഴിഞ്ഞല്ലോ? യെസ് മിസ്. ഓക്കെ. അപ്പോ നമുക്കിനി അറിയേണ്ടത് വൊവൽസ് എന്താണ്, കോൺസണൻസ് എന്താണെന്ന് അറിയണം. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായാലോ? സൗണ്ട്സ് ആണ്. നമ്മുടെ നമ്മളിപ്പോ പറയുന്ന ഏത് ഇംഗ്ലീഷ് ഏത് വേർഡ് ആണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല. നമ്മുടെ ഏതൊരു നേറ്റീവ് പേഴ്സൺ, അതുപോലെ നമുക്ക് നമ്മുടെ മദർ ടങ് അല്ലെ, മദർ ടങ് നമ്മുടെ ഇംഗ്ലീഷിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ടല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക, ഓരോ വേർഡും പറയുന്നത് കറക്റ്റ് ആയിട്ടല്ല. കാരണം എന്താ, നമ്മുടെ മദർ ടങ് ആണ്. നമ്മൾ മലയാളം പറയുന്നത് പോലെ തന്നെയാണ് ഇംഗ്ലീഷ് പറയുന്നത്. ചിലപ്പോൾ മലയാളികൾ ആയതുകൊണ്ട് അല്ല കേട്ടോ, ഏത് ആൾക്കാരാണെങ്കിലും പോലും, തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും, അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ അവരുടെ ആ ഒരു മദർ ടങ്ങില് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ ലാംഗ്വേജിനെ. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റായിട്ട് കോൺടെക്സ്റ്റും അറിയില്ല, അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ, നമ്മൾ പണ്ട് ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. പക്ഷെ നമുക്കിത് നേരത്തെ കോൺടെക്സ്റ്റ് അറിയായിരുന്നു, നമ്മൾ ആ രീതിയിലാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓരോ ഇംഗ്ലീഷ് വേർഡും പറയുന്നത് ആ രീതി തന്നെയായിരിക്കും. ഓക്കെ. അപ്പോ കോൺടെക്സ്റ്റ് സൗണ്ട് ആണെന്ന് പറഞ്ഞു. സൗണ്ട്സിന് വൊവൽസ് ആൻഡ് കോൺസണൻസ് ഉണ്ട്. ഇനി വൊവൽസ് എന്താണ് എന്നറിയണം. ഓക്കെ. ഞാൻ കാണിക്കുന്ന നോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ, എന്താണ് കോൺടെക്സ്റ്റ്, അതിലെ ചാപ്റ്റർ വൊവൽസും ഇതൊക്കെ ഒന്ന് നോക്കിയെടുക്കും. അപ്പൊ ഇതാണ് വൊവൽസ് എന്ന് പറയുന്നത് കേട്ടോ. വൊവൽസ് ഇതാണേ. എഴുതിയെടുക്കുന്നുണ്ടോ? യെസ് മിസ്. അപ്പൊ ഇതിന് ശേഷം എന്നോട് പറയാം, നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ഇനി എഴുതാനോ ഒന്നുമില്ലല്ലോ, പ്രൊണൗൺസ് ചെയ്യണ്ടേ, സൗണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എഴുതി കഴിയുമ്പോ എല്ലാവരും പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് തൽക്കാലം എഴുതിയെടുക്കൂ. ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാൻ അറിയാൻ പറ്റും.
1920 സെയിം ആണ്. 1920 സെയിം അല്ല. അതില് 11 and 11 and ഇവിടെ 5 11 5 കൂടെ മിക്സിംഗ് ആണ് കേട്ടോ. അത് 11 and 5. ഓക്കെ. ആൻഡ് 20 വരുന്നത് സൗണ്ട് ഇല്ല. അത് എഴുതുമ്പോ ഒരുപോലെ വരും മിസ്. ഇല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്താ ഡിഫറൻസ് എന്താ? ഈ മറിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇതേപോലെ എഴുതണേ. ഈ മറിച്ചിട്ടതാണ് 19 വരാം. ഈ 2 പോലെ എഴുതേണ്ടി വരും. എന്തോ മറ്റേത് 2 പോലെ എഴുതേണ്ടി വരും. പുറത്തേക്ക് വരുന്നുണ്ടോ? 2 പോലെ എഴുതേണ്ടി വരും. കുറച്ച് നീട്ടിങ്ങനെ എഴുതേണ്ടി വരും. അതെ. ഓക്കെ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് കേട്ടോ. ബബിൾസ് കഴിഞ്ഞു. ഇനി ഇത് എഴുതാം. സോറി, ദിസ് വൺ എഴുതും. കൺസിഡർ ചെയ്തു. ഫിഫ്ത്ത് കിങ് ആണോ മിസ്സേ എക്സാമ്പിൾ എഴുതിക്കണേ? ഫിഫ്ത്ത് കിങ് ആണേ. കിങ് മിസ്സസ് 7th വൺ മനസ്സിലാവണില്ലല്ലോ. ടി ആൻഡ് എസ് എഴുതുട്ടോ. ഓക്കെ. ടി ആൻഡ് എസ്. എസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എസ് അല്ല കേട്ടോ. കുറച്ച് നീട്ടി എഴുതുന്ന എസ് ആണ്. ലൈറ്റ് എസ് ആണ് കേട്ടോ. അത് എസ് അല്ല ശരിക്കും. ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾ. മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ നോട്ടെല്ലാം അപ്ലോഡ് എക്സാമ്പിൾ ചാർട്ട്സ് ആണോ? ഷെയർ എക്സാമ്പിൾ എഴുതണ്ടോ ഇപ്പൊ? എക്സാമ്പിൾ ഇതിന് കുഴപ്പമൊന്നുമില്ല, എഴുതിക്കൊള്ളാലും. ചെയർ ആണ്, ചെയർ കസേര. പതിനെട്ടാമത്തെ എന്താ മിസ്? നമ്മുടെ തീറ്റ ആ ഒരു മോഡൽ എഴുതും. ഒരു 0 വോൾട്ട് സെന്ററിൽ എഴുതാൻ. പിന്നെ മലയാളം 18ാമത്തിന്റെ മലയാളം കറക്റ്റ് അങ്ങനെ അല്ല കേട്ടോ. അത്
എഴുതാൻ പറ്റത്തില്ല. പറയുന്ന പോലെ നമുക്ക് മലയാളം കൊണ്ട് എഴുതാൻ പറ്റില്ലല്ലോ. തിങ് എന്നാ പറയാ, തിങ് അത് വ്യത്യാസമുണ്ട്. എഴുതുന്ന അങ്ങനെയല്ല. ഞാൻ ഏകദേശം ഞാനൊരു ഊഹത്തിന് എഴുതി വെച്ചാണ്. കഴിഞ്ഞോ? 18 എന്നല്ലേ മിസ്സേ? ഇല്ല പോയോ? എന്നാ പറയാം. അതെങ്ങനെയാ നിങ്ങൾ എഴുതാ? TH ആണോ? TH ആ ഒരു രീതിയിലാണ് പ്രൊണൗൺസ് ചെയ്യുക. പക്ഷെ തിങ് എന്നാ പറയാ. നിങ്ങൾ എങ്ങനെയെങ്കിലും എഴുതും കേട്ടോ അത്. വ്യത്യാസം ഉണ്ട്. മറ്റേത് ദ ആണ്. ദിസ് എന്ന് പറയില്ലേ, ആ ദ ആണ് കേട്ടോ. മറ്റേത് തിങ്. ഐ തിങ്ക് എന്നൊക്കെ പറയില്ലേ, ആ തിങ്കിന് വ്യത്യാസം ഇല്ലേ? അതാണ് പതിനെട്ടാമത്. കഴിഞ്ഞോ? ഇതിനെല്ലാം സിമ്പിൾ ആണ്. VWFJH അറിയുന്നത്. ജെ പോലെ അല്ല കേട്ടോ എഴുതാ, കുറച്ച് ഇങ്ങനെ വളയ്ക്കണം. തിങ് അല്ല, അത് തിങ്ങിന്റെ പ്രൊണൗൺസിയേഷൻ ചെയ്തേ, പക്ഷെ തിങ് അല്ല. അത് TH പ്രൊണൗൺസിയേഷൻ ആണ് വരാ. ആ TH പ്രൊണൗൺസിയേഷൻ ആണ് വരാ. ഓക്കെ, ഞാനിപ്പോ എഴുതിയിരിക്കുന്ന എല്ലാരും പെച്ച് ആണെങ്കിൽ P ആണ് പ്രൊണൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പാറ്റ്. അതായത് P അല്ല, ഓക്കെ. അങ്ങനെയെങ്കിലും ഇങ്ങനെ എഴുതിക്കോളൂ. ആണ്. നോട്ട് ടി, ഒരിക്കലും ടി അല്ല. കാച്ചിന്റെ ച ആണ്. കാച്ചിന്റെ ച ആണ്. ഓക്കെ, ആണ്. നോട്ട് നാക്ക് വളയ്ക്കണ്ട. അല്ല, അത് ആണ്. നാക്ക് വളയ്ക്കാതെ മുകളിലേക്ക് പോയി ടച്ച് ചെയ്തിട്ട് പറയാ. അതാണ് ഡ്. ഫോർത്ത് വൺ ഡ്. ആൻഡ് k, not k അല്ല, king, kind ഇങ്ങനെ പറയാം. ആൻഡ് G അല്ല, g ആണ്. k ആൻഡ് g വ്യത്യാസമുണ്ട്. k ആണെങ്കിൽ കുറച്ച് പുറത്തോട്ട് വരുന്നത്, g ആണെങ്കിൽ നമ്മുടെ അകത്ത് മുഖത്ത് കുറച്ച് ഓപ്പൺ ആവുന്നുണ്ട്. g എന്ന് പറയാം. ഓക്കെ, ആൻഡ് ch ആണ്. ടീയും എസും കൂടെ മിക്സ് ചെയ്തൊരു സൗണ്ട് ആണ്. chair, chalk. ഓക്കെ, സൗണ്ട് വരുന്നുണ്ട്. chair, chain. ഓക്കെ, chunk. ചു ആണ് സൗണ്ട്. ടി ആൻഡ് എസ് വരുന്നത്. ഞാൻ പറയുമ്പോ എന്റെ കൂടെ തന്നെ പറയാ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണ്ട, അല്ലാതെ കൂടെ തന്നെ പറയാം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടിരുന്നത് കാര്യമില്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യാട്ടോ, കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവാം. ആണ്. chair. ആൻഡ് ഇത് ജു അറിയാലോ. ജു ആണ്. jam, joke.
ആൻഡ് എം അല്ല, എന്താണ് മ ആണ്. മാൻ, മാൻ, വുമൻ, വുമൻ, മാംഗോ, മാംഗോ. മാം എയ്ത്ത് വൺ അവിടെ എഴുതിയിരിക്കണത് എന്തെന്നാ? മലയാളത്തിലല്ല ഇംഗ്ലീഷ്? അല്ല മാം സ്റ്റാർട്ടിങ് ഡി ആണ് എഴുതിയിരിക്കുന്നത്. ഡിയും മീൻസ് ഒരു സെറ്റ് എഴുതില്ല നമ്മള്. നോർമലി സെറ്റ് അല്ലാതെ വേർഡ് സെറ്റ് എഴുതില്ലേ, സ്മോൾ ലെറ്റർ സെറ്റ്. ഓക്കെ. And the 10th one, N. N അല്ല, N ആണ്. Nose, nose, now, now, now. No പറയണം അപ്പോഴും. Now. Okay. And the 11th one, Ng ആണ്. Ng, മകടെ Ng. Think, king, clean, king. Ng ആണ് കേട്ടോ. Ng. And not L അല്ല. Love, love, like, live, live, live അല്ല, live, live, live പറയണം. ആൻഡ് അല്ല, അത് ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ് ഇത്. ഒരു ഴയും റൂം കൂടെ മിക്സ് ചെയ്യും. മഴയുടെ ഴ ആൻഡ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പറയാം. റോഡ്, റോഡ്, റൈഡ്, റൈഡ്, റോഡ്. ഓക്കെ. റൺ, റൺ. റ ആൻഡ് റ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ 6 പറയാം. ഓക്കെ. റൈറ്റ്, റോഡ്, റീഡ്, റൈറ്റ്, റൺ, റാറ്റ്, റോസ്, റൈസ്. ഓക്കെ. നോട്ട് റൈസ്, റാറ്റ്, റോഡ് അങ്ങനെ എല്ലാം പറയാം. ഓക്കെ. റ ആൻഡ് റ രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ആൻഡ് നോട്ട് എസ് അല്ല, സ്നോ, സ്നോ. And snack, think, sit, sit. എന്ന് പുറത്ത് വരണം. And Z എങ്ങനെയാ? Z ആണ്. കുറച്ചുകൂടെ നമ്മൾ വൈബ്രേഷൻ മോഡാണ്. Zoo, zoo, pizza, pizza, വരും. Okay. And she, shock, shake. Okay. Shirt, shoe വരണം. Shirt, she, shake, should, shirt. Okay. And the pleasure, joy. ആ സൗണ്ട് ആണ്. joy, pleasure, treasure, measure. Okay. leisure. ഇതൊക്കെ സൗണ്ട് ആണ്. and sure. ആ സൗണ്ട് വരും. ഇത് think. think. മിസ് 17th 3 എന്തിനാ എഴുതിയിരിക്കുന്നത്? 3 അല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇസറ്റിന്റെ സ്മോൾ ലെറ്റർ ഇല്ലേ, ആ ലെറ്റർ ആണേ. ആ ലെറ്റർ അല്ല കേട്ടോ. ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ സൗണ്ട്സ് ആണ്. ലെറ്റേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് 9th one, this ആണ്. this, that, those, these, the sound. And the 20th one, van. Okay. Van, just not v varayadu, van. And w ambo should I brush here? Vat, watch, watered. And then a fan. Okay. Frank. Okay. And yeah, yes, simple are the yes. And hat. Okay. Hat. Okay. മിസ് അപ്പൊ ലെഫ്റ്റ് സൈഡില് എഴുതിയിരിക്കണൊന്നും ലെറ്റേഴ്സ് അല്ല അല്ലെ, സൗണ്ട്സ് ആണല്ലേ? ഒന്നും ലെറ്റേഴ്സ് അല്ല കേട്ടോ, ഒക്കെ സൗണ്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഞാനത് എഴുതാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ലെറ്റർ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ സൗണ്ട് ആണ്. ലെറ്റേഴ്സ് ഇല്ല. കാരണം ലെറ്റേഴ്സ് എനിക്ക് എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാക്സിമം നിങ്ങൾ അത് നോക്കാം, യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, അതെങ്ങനെ എഴുതാം എന്നൊക്കെ അവര് പറഞ്ഞു തരും കേട്ടോ. ഇങ്ങനെ എഴുതാൻ പറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്. അതെല്ലാം പഠിക്കുക.
ഓക്കെ, അപ്പൊ കോൺസണന്റ് സൗണ്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വൊവൽസ് പറഞ്ഞല്ലോ, വൊവൽസ് നമുക്ക് 20 വൊവൽസ് ഉണ്ട്. അതിൽ തന്നെ പ്യൂർ വൊവൽ ഉണ്ട്, ഡിഫ്തോങ്സ് ഉണ്ട്. ഇതാണ് പ്യൂർ വൊവൽ. ഓക്കെ, 20 വൊവൽസിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്യൂർ വൊവൽ ആൻഡ് ഡിഫ്തോങ്സ്. പ്യൂർ വൊവലിനെ നമ്മൾ മൊണോഫ്തോങ് പറയും. അപ്പൊ ഇത് എഴുതി വെക്കും കേട്ടോ. മൊണോഫ്തോങ് എങ്ങനെയാ? മൊണോഫ്തോങ്, പ്യൂർ വൊവൽസ് ഓർ മൊണോഫ്തോങ്. We can use two എന്താ two names. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പ്യൂർ വൊവൽസ് എന്ന് പറയാം, മൊണോഫ്തോങ് എന്ന് പറയാം. ഏതാണോ സിമ്പിൾ ശൈലിയിൽ പഠിക്കാം, രണ്ടും അറിഞ്ഞിരിക്കാം. മൊണോഫ്തോങ് ആൻഡ് ഡിഫ്തോങ്. ഇതാണ് നമ്മൾ വൊവൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വൊവൽസിനാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി എഴുതിയതാണ്. വൊവൽസിൽ ഉള്ളത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ ഒന്നുകൂടി എഴുതുന്നുള്ളൂ കേട്ടോ. Okay, is it finished? No, miss. Okay, ഇത് കഴിയുമ്പോ പറയാം കേട്ടോ. കഴിഞ്ഞു. എല്ലാരും കഴിഞ്ഞോ? Yeah. Okay. Yes. Then write down diphthongs. Diphthongs കൊണ്ട് എഴുതാം കേട്ടോ. Diphthongs. Diphthongs എന്ന് പറയുമ്പോൾ നമ്മുടെ വൊവൽസ് രണ്ട് സൗണ്ട്സ് കൂടെ മിക്സിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഓരോ വേർഡ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓരോ സൗണ്ട്സും ഇവിടെ കണ്ടോ. ഈ സൗണ്ട്സിലെ ഇതിന്റെ മിക്സിംഗ് ആണ് എന്ത് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
കഴിഞ്ഞു? എല്ലാവരും കഴിഞ്ഞോ? ഇല്ല മിസ്. ഇല്ലെന്നാ കഴിഞ്ഞെന്ന് പറഞ്ഞേ. കഴിഞ്ഞു എന്നാണോ? ഇല്ല മിസ്, ഇപ്പൊ കഴിയും. ഇല്ല, അക്ഷര കംപ്ലീറ്റ് ചെയ്തു. മോൾ യെസ് മിസ്. കഴിഞ്ഞു. യെസ്. ഓക്കെ. ഇനി സൗണ്ട് വോവൽസ്. ചെറിയ വോവൽസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. രണ്ട് വോവൽസിനെ തന്നെ നമ്മൾ പി വോവൽ ആയിട്ടും ഡിഫ്തോങ്സ് ആയിട്ടും വളരെ മോണോഫ്തോങ് ആയിട്ടും ഡിഫ്തോങ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് പി വോവൽ ആണ്. പി വോവൽ എന്താണ്? കാണുമ്പോൾ ഏ പോലെയൊക്കെ തോന്നും അല്ലേ? പക്ഷേ അല്ല കേട്ടോ. ആ സൗണ്ട് ആണ്. സൺ, സൺ, ഫൺ, summer. Just okay. And next one, then army. Okay, army, army, art, art. ഒരുപാട് എഴുതി വിളിക്കണ്ട. മലയാളം പറഞ്ഞതുപോലെ ആന എന്ന് പറയണ്ട. ആർമി, ആർട്ട്, ആർട്ട്. Then അതിനൊരു സൗണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെ എഴുതാം. ഏപ്പിൾ. ഓക്കെ, ഏപ്പിൾ, ഏപ്പിൾ, man, anchor, bank, bank, apple, not apple. ആപ്പിൾ നമ്മൾ മലയാളത്തിൽ ആപ്പിൾ എന്ന് എഴുതാം, പക്ഷെ ആപ്പിൾ അല്ല കേട്ടോ. ആപ്പിൾ. ഓക്കെ, ആപ്പിൾ, ആപ്പിൾ. ഈ ആ ഒരു സൗണ്ട് വരണം. ഓക്കെ, കറക്റ്റ്. അത് അങ്ങനത്തെ സൗണ്ട് പെട്ടെന്ന് നമുക്ക് അറിയാനും പറ്റില്ല. അതായത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് തോന്നുകയും ചെയ്യരുത്, പക്ഷെ അങ്ങനത്തെ സൗണ്ട് വരെയും വേണം. ആ രീതിയിലാണ് കേട്ടോ. നമുക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മാക്സിമം ഈ പറയുന്ന വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ കേൾക്കാൻ നോക്കാം. മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആണോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഓക്കെ, then e, just e sound. Bit, bit, different, different. E, just e only. Okay, e. And e, eat, see, sleep, sheep, e. First നമ്മൾ നീട്ടി അവരല്ലേ. E. And sugar, sugar, good, good, good അല്ല, good, good, should, sugar. Just sound. And the next one, food. ഒരിക്കലും ഫുഡ് അല്ല കേട്ടോ. നമ്മൾ പണ്ട് നമ്മളൊക്കെ എങ്ങനെയല്ലേ പറയാം, ഫുഡ് എന്നാ പറയും. ഫുഡ് അല്ല, the food, food, moon, suit. Okay, opinion, 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 hot, hot, office, office, not office, the office. And orange, orange, orange. കുറച്ച് നീട്ടം വരും. orange, over, over. The sound of that, elephant, elephant, pet, pet, get, get. Next, paddle, paddle. ആ കഴിഞ്ഞ സൗണ്ട് ആണ് വരാം. അണ്ടർലൈൻ ചെയ്ത സൗണ്ട് ആണ് വരാം. ഈയുടെ സൗണ്ട് ആണ് കേട്ടോ. paddle, paddle, mother, brother. Okay, brother, father, mother. ആ സൗണ്ട്. ഇനി girl, girl. ആ സൗണ്ട് ആണ് വരാം. girl, bird, curd. Okay, is it clear for you? Clear? Clear ആണോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? അതൊക്കെ മനസ്സിലാവുന്ന കിളിപോയ അവസ്ഥയാണോ നിങ്ങൾക്ക്? Yeah, okay. Next, diphthongs ആണ്. Diphthongs എങ്ങനെയാ? angel, 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 ae, ae, അല്ലെ? a എന്ന് വരാം. angel, aim, age. And oil, 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 boy, soil, coil. And then I, my, fine, my. And ear, 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 here, dear, ear. Ear sound avara. And air, air, fair, fair. Then poor, then poor, sure, pure, poor sound. And out, bound, crowd,
owl, a sound, owl, no sound on it. And now, no, no, now, go. I can go now. I can go now. Okay, എങ്ങനെയാ പറയാ? Cow. ഒരു എവ് സൗണ്ട് അവിടെ. Now, cow. Okay, ഇങ്ങനെയാണ് പറയാ ശരിക്കും. Not go and no. So അല്ല, zo. ആ സൗണ്ടാണ് വരുന്നത്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എന്തൊക്കെയോ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആണോ? എനിക്ക് ഇതൊന്നും അല്ലാത്ത കോണ്ടെക്സ്റ്റ് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനിത് ജസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹൗ ക്യാൻ വി പ്രൊണൗൺസ് ഈച്ച് ലെറ്റേഴ്സ്, ഇതൊക്കെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പഠിപ്പിക്കാനാണെങ്കിലും പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കോണ്ടെക്സ്റ്റിനെ കുറിച്ചുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രത്തോളം ആവശ്യമില്ല. എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതും ലെറ്റേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് പഠിപ്പിക്കുക മാത്രമേ അത്രയേ ഉള്ളൂ. അത്രേ ശരിക്കും അറിയേണ്ടതായിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോകേണ്ടതാണ്. പക്ഷെ അവർക്ക് പഠിപ്പിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ സിലബസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ മാക്സിമം കോണ്ടെക്സ്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിച്ചിട്ട് മക്കളെ പഠിപ്പിക്കാൻ പോവുക. കാരണം നമുക്ക് വന്ന അവസ്ഥ അവർക്ക് വരരുത്. ഓക്കെ, എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയാണ് ഇത്രയാണ് ലെറ്റേഴ്സിന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ ഒറിജിനൽ വേർഷൻ കണ്ട് ഇത്ര നേരം കണ്ടത് ഞാൻ എഴുതിയ നോട്ടാണ്. ഇതിന്റെ ഒറിജിനൽ കാണേണ്ടത് നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾ എഴുതിയതും ഇതിൽ കാണുന്നതും എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ. കണ്ടോ? മനസ്സിലായോ? ഇതൊക്കെയാണ് എന്ത് മൊണോഫ്തോങ് ഡിഫ്തോങ് ഇവിടെയുണ്ട്. ഈ കണ്ടോ? ഈ നീഡ്, ടെൻ, വാൻഡ്, എ ആണ് വാൻഡ്. cat, alive, okay, alive, not alive, alive. And third, fun, car, pew, put, talk, rock. How do o sound under the? Okay, then diphthongs a, kind of day, not a day, at a different day, die, to die, but die now, not day. It's not day. Okay, day and day. Okay, day, then I, that is sky, then boy. Okay, boy now, and ear, കണ്ടോ? ear, ഇതൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ആ ലെറ്റേഴ്സ് ഇപ്പൊ പഠിച്ച ഓരോ സൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് വേർഡ്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടോ? സൗണ്ടിനെ ബേസ് ചെയ്ത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് കണ്ടോ? ഇങ്ങനെയാ ഈ ട്രാൻസ്ക്രിപ്ഷൻ ബേസിലാണ് നമ്മൾ ഓരോ വേർഡും പ്രൊണൗൺസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മള് ഇംഗ്ലീഷ് വേർഡ് കാണുമ്പോൾ ക്ലവേർഡ്, CLEVER. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ആറ് ഉച്ചരിക്കും. ആറ് പ്രൊണൗൺസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ഈ ട്രാൻസ്ക്രിപ്ഷനിൽ ആറിന്റെ ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് ഒരു വഴിയെ പോകുന്നേ ഉള്ളൂ. കറക്റ്റ് നമ്മളത് പറയുന്നില്ല. ആറ്, അതായത് ക്ലവേർഡ് എന്നാ പറയാ. ക്ലവർ എന്നല്ല പറയാ, ക്ലവേർഡ്. ടീച്ചർ, നാക്ക് വളച്ച ടീ പറയണ്ട, ടീച്ചർ എന്നാ പറയാ കേട്ടോ. ഓക്കെ, ഇതൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. ആൻഡ് path. Okay, path. Okay, camel. It's a camel, not camel. It's a camel. Correct transcription. ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ട് ഒന്ന് നിങ്ങളൊന്ന് പ്രൊണൗൺസ് ചെയ്യാൻ നോക്കിയേ. ഓരോ വേർഡും പ്രൊണൗൺസ് ചെയ്യാൻ നോക്കി. കാരണം നമ്മൾ ഇത്രയും നാളെ പഠിച്ചത് ഇംഗ്ലീഷ് സെന്റൻസിനെ, ആ വേർഡിനെ, ലെറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് അത് കറക്റ്റ് ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കിയേ. എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഓരോരുത്തരൊന്ന് വായിക്കാൻ പറ്റുമോ? ഇത്രയും ഞാൻ പറഞ്ഞു തരാറുണ്ട്, എന്തൊക്കെയാ മനസ്സിലായി?
ഒന്ന് വായിച്ചേ നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആവണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഓക്കെ, ഒന്ന് പറയാൻ പറ്റുമോ? ആരും വേണ്ടതില്ല. എനിവോൺ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇത് പ്രാക്ടീസ് സെഷൻ ആണ്. ഓക്കെ, ഇംഗ്ലീഷിന്റെ പ്രാക്ടീസ് സെഷൻ ആണ്. പ്രാക്ടീസ് ചെയ്യണം. ചെയ്യുന്നുണ്ടോ? എന്തൊന്നും മിണ്ടാത്ത സൈലന്റ് ആണല്ലോ. ചെയ്യുന്നുണ്ടോ ഇല്ലയോ പറയൂ. ഉണ്ടെന്നില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട് മിസ്സേ. എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക്? നിങ്ങൾ വായിച്ചു നോക്കൂ. ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞാലും മതി. ഒറ്റയ്ക്ക് ഒന്ന് വായിച്ചു നോക്കൂ, കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് പറയും. ഓക്കെ, നോക്കിയോ? വായിച്ചു നോക്കിയോ? കിട്ടുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? പറയൂ, പറയാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇത അല്ലെ. മദർ, മദർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മദർ നമ്മൾ പറയുന്നത് എങ്ങനെയാ? മദർ, മദർ എന്നല്ലേ? മദർ അതല്ല കേട്ടോ, മദർ. ഓക്കെ, മദർ, ഫാദർ. ഓക്കെ, ഇന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയ എല്ലാവരും. ഓക്കെ, സമീറ നമുക്ക് വായിച്ചു നോക്കിയാലോ? എല്ലാ മിസ്റ്റേക്കിനെ മിസ് പറഞ്ഞു തന്നാൽ മതി. ക്ലെവർ, ടീച്ചർ, പോട്ട്, camel, method, leisure, church, ship, mother, symbol, apple. സമീറ ഫോണിക്സിനെ ബേസ് ചെയ്തൊന്ന് വായിച്ചു നോക്കിയാ, സൗണ്ടിനെ ബേസ് ചെയ്ത് വായിച്ചു നോക്കി. ഇപ്പൊ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് മനസ്സിലാവണമെന്നില്ല കേട്ടോ, പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. സൗണ്ട് മാത്രം നോക്കാം, ഇംഗ്ലീഷ് വേർഡ് നോക്കണ്ട. Clever, ആറുണ്ട്, പക്ഷെ ആറുള്ളിലേക്കാണ്, നമുക്ക് പുറത്തോട്ട് വരണ്ട. ഓക്കെ, ഉള്ളിലേക്ക് പോകാം. teacher, ടീ അല്ല കേട്ടോ, നാക്ക് വളച്ചിട്ട് ആ പറയലേ. ടീച്ചർ, ടീ കാച്ചിന്റെ ച. teacher,
Okay, teacher. ടീച്ചറില് സ്പെല്ലിങ്ങില് ആറുണ്ട്, പക്ഷെ ഫോണിറ്റിക്സ് ട്രാൻസ്ക്രിപ്ഷനിൽ ആറുണ്ടോ? ഇല്ല. ഇല്ല. ആറ് നമുക്ക് ഉള്ളിലേക്ക് പോയാൽ മതി. ടീച്ചർ. Teacher. Teacher. യെസ്. Pot. Camel. 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 Method. Method. Correct. Leisure. No. Leisure. Leisure. Oh. Leisure. Church. Church. Ship. Yeah. Mother. Yeah. Symbol. Symbol. Yeah, correct. Apple. No. Apple. Apple. നമ്മള് എ മാത്രം നോക്കരുത്, അതിൽ പി ഉണ്ട്. നമ്മൾ പി പറയാൻ പാടില്ല, തന്നെ പറയണം. Apple. അതായത് കോണ്ടെക്സ്റ്റിലെ ഓരോ ലെറ്റേഴ്സും ഓരോ സൗണ്ട്സും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ. Driver. ഡ്രൈവർ. അവിടെ ആറില്ല, അപ്പൊ ഉള്ളിലേക്ക് പോണം. ഡ്രൈവർ. Bit. Yeah. Cat. News. Nouns. No. Yeah. Little. 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 Jew. ഈ ഒരിക്കലും ടി ഒന്നും ഉച്ചരിക്കാൻ പറ്റില്ല. ആണ്. Little. June. നായല്ല, നമ്മുടെ നാ പറയില്ലേ, നായല്ല. നമ്മുടെ മലയാളത്തിൽ എഴുതുന്നത് നായല്ല, ന ആണ്. June. Yeah. Sheep. Yeah, sheep. Okay. Threat. Threat. Yeah, threat. Okay. Sample. Yeah, sample. എന്തൊക്കെയോ ഓരോ അപാകത അല്ലേ? പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, പറയാൻ പറ്റൂട്ടോ. ഇങ്ങനെയാണ് ശരിക്കും ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ അയ്യോ അവന് വട്ടാണ്, എന്തൊക്കെയാണ് അവൻ പറയുന്നത് ചിന്തിക്കും. പക്ഷെ ഇതാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് പറയേണ്ടത് എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടോ? പൊതുവെ ആരും മിണ്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പറയുന്നുണ്ടാരെങ്കിലും കോണ്ടെക്സ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അടുത്ത് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഇതൊന്നും പറയാത്തേ ഇല്ല. മനസ്സിലായി? ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് കോണ്ടെക്സ്റ്റ് നമുക്ക് തിയറിറ്റിക്കലി പഠിക്കേണ്ട കാര്യമല്ല, പ്രാക്ടീസ് ചെയ്ത് മാത്രം പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ. തിയറീസ് പറയേണ്ടത് ലെറ്റേഴ്സ്, ഈ സൗണ്ട്സ് മാത്രമാണ്. സൗണ്ട്സ് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്, നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണ്? പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ആരോടും ചോദിക്കണ്ട, ഗൂഗിളിനോട് മാത്രം ചോദിച്ചാൽ മതി. ഗൂഗിൾ തന്നെ പറഞ്ഞിരുന്നൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട്, ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് കേൾക്കുക, എന്നിട്ട് അതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എത്ര പഠിച്ചാലും നമ്മുടെ മദർ ടങ് വരും. നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സോ പെട്ടെന്നൊരു മാറ്റം വരില്ല. ഇനി മാറ്റം വന്നാൽ തന്നെ ആൾക്കാരെ കളിയാക്കുകയും ചെയ്യും. അങ്ങനെ ചിന്ത വേണ്ട കേട്ടോ. കാരണം കറക്റ്റ് പറയുന്ന ഇങ്ങനെയാണ്, കളിയാക്കലാണ് നടന്നോളൂ. ഇങ്ങനെയാണ് ശരിക്കും പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നവർക്ക് പറയാം. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് കോണ്ടെക്സ്റ്റിനെ കുറിച്ചിട്ടും നമ്മുടെ ഇംഗ്ലീഷ് പോർഷനെ കുറിച്ചിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സോ ഇനി എന്താണ് നിങ്ങൾക്ക് ഇനി കുറച്ച് ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? ക്ലാസ്സിൽ ഇത്രയും നാള് ഇംഗ്ലീഷ് നമ്മള് ഒരുമിച്ചായിരുന്നു അല്ലെ? ഒരു ബാച്ച് കഴിയാൻ പോവാണ്. അതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇംഗ്ലീഷ് ടീച്ചർ, നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ ആണ്. സോ ലാസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ബിഫോർ ആൻഡ് ആഫ്റ്റർ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഇല്ലേ?
എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല മാറ്റമുണ്ട് മിസ്സേ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നിരുന്നിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റി. വീണ്ടും പൊടി തട്ടിയെടുത്തു. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ മിസ് ഇപ്പോ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തന്നത് ശരിക്കും അതുപോലെ തന്നെ എക്സാമിന് വന്നപ്പോ വളരെ സന്തോഷായി. നല്ല ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. Okay, so thank you. കേൾക്കുമ്പോ സന്തോഷം. എന്തായാലും ഫൈനൽ എക്സാം ആവുമ്പോ ഒരു പ്രാവശ്യം കൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ വരണം കേട്ടാ. ഇതുപോലെ ഇമ്പോർട്ടൻസ് എല്ലാം കൂടി ഒന്ന് പറഞ്ഞു തരണം ഞങ്ങക്ക്. അത് എളുപ്പമാവല്ലോ. 50 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. വന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്താവും അറിയില്ല. പക്ഷെ ഇത്രയും ഇപ്പോ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ. പക്ഷെ എനിക്ക് വരാൻ പറ്റുമോന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ എനിക്ക് വരാൻ പറ്റും. പക്ഷെ എനിക്ക് അല്ലാതെ എനിക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. ക്ലാസ് കഴിഞ്ഞു, കോൺടെക്സ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നുമില്ല പറഞ്ഞു തരാനായിട്ട്. സോ ഇനി എന്തിനാണ് വരുന്നത് അവർ ചോദിക്കും. എന്തിനാണ് ഇപ്പൊ ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൊടുക്കാൻ പോവാണെന്ന്. ജസ്റ്റ് വേണ്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വരാൻ പറ്റുമോ നോക്കാം ഞാൻ. ഓക്കെ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യും വേണമെങ്കിൽ ഞാൻ വരാം. പിന്നെ എന്താണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ? കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, എന്റെ ക്ലാസ്സും കഴിഞ്ഞു. ഇനി നമ്മൾ മീറ്റ് ചെയ്യില്ല. എപ്പോഴാ മീറ്റ് ചെയ്യാ? കൺവെക്കേഷൻ നിങ്ങൾ വരികയാണെങ്കിൽ കാണാം. എന്തോ Can I say something? Miss, spoken Englishum, English, I mean, written. Ipo grammar, though I know to speak English, even I find difficulty in ഈ grammar പാട്ടിൽ കുറെ പ്രയാസം ഉണ്ട്. So you made it actually easy for us to learn. പണ്ട് കുറെ ആയല്ലോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് കുറെ 30 years എന്നൊക്കെ പറയാം പഠിച്ചത് ഗ്രാമർ, പാസ്റ്റ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്. അന്നും എനിക്ക് ഐ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട്. ഇന്നും സെയിം ലെവൽ ആയിരുന്നു. ബട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. താങ്ക് യു മിസ്. പക്ഷെ റീന കുറെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? ചെയ്തു. ഐ എം ഗോയിങ് ത്രൂ ദ ക്ലാസ്സസ് നൗ. ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി. 1:30 to 2:30 എനിക്ക് സ്കൂളിലാണല്ലോ. സോ ഐ എം ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു അറ്റൻഡ് ദ റെഗുലർ ക്ലാസ്സസ്. ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് കാണാനാണ് ശ്രമിക്കുന്നത്. ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ്. അത് മനസ്സിലായി വന്നിട്ട്. ബട്ട് ഐ ഹാവ് ടു മിസ്. കാരണം അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. Especially English. ബാക്കി സബ്ജക്ട്സ് ഓക്കെ, ഐ ക്യാൻ റീഡ് ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ട് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ക്ലിയർ ആയിട്ട് വരുന്നത്. ഇപ്പൊ എത്ര ഞാൻ ഇപ്പൊ റെനൻ മാർട്ടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്താലും പോലും there has to be someone to explain. പക്ഷെ നമ്മുടെ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കൂടുതൽ ഇന്ററാക്ഷൻ ആയതുകൊണ്ട് ബോറടിക്കും. എന്നാലും ബുദ്ധിമുട്ടിന്നൊക്കെ കണ്ടാൽ കുഴപ്പമുണ്ടാവില്ല. എനിക്കത് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ സമയം ഇപ്പൊ പറ്റുന്നേ ഇല്ല. അവരെനിക്ക് അലൗ ചെയ്യുന്നുണ്ട് 1:30 to 2 o'clock വരെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാം. ബട്ട് എനിക്കൊരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയും കൂടി ഉണ്ട് ക്ലാസ്സിൽ. സോ ഐ ഹാവ് ടു ഹാൻഡിൽ ഹെർ ഓൾസോ. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. ഒരു മിനിറ്റ് അനങ്ങാൻ പറ്റില്ല ക്ലാസ്സിൽ. ശരിക്കും റെഗുലർലി ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇപ്പോ കുറച്ചുകൂടെ കാര്യമായിട്ടെല്ലാം മനസ്സിലായിരുന്നു. അതെ, ഐ എം ട്രൈങ് ടു മറ്റേ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഇതാക്കാൻ നോക്കുന്നുണ്ട്. കുറെ കാലം മുമ്പേ പഠിച്ചതാണല്ലോ. സ്പോക്കൺ ഇംഗ്ലീഷ് ഐ ഹാവ് നോ ഇഷ്യൂസ്. ഐ ക്യാൻ സ്പീക്ക് വെരി വെൽ. ബട്ട് ഇതാണ് ഗ്രാമർ പാട്ടാണ് കുറച്ച്. ഓക്കെ, ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ് കാണാലോ, അവൈലബിൾ ആണ്, മാക്സിമം കാണാം. ഓക്കെ, ഉണ്ടെന്നാണ് പറയുന്നത്. എന്നെ കൊണ്ട് അത്രയും ഉപകാരം ഉണ്ടായി എല്ലാവർക്കും അല്ലെ? ഉണ്ടായോ? കുറച്ചുപേരും 2 പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി ആരും പറയത്തില്ലല്ലോ. കേട്ടോ? അല്ലെങ്കിൽ എന്താ പറഞ്ഞു? ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞതുപോലെ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര തറവല്ല. പ്രത്യേകിച്ച് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, അതൊക്കെ ശരിക്കും മിസ്സിന്റെ ക്ലാസ് വഴിയാണ് അതിനൊരു
എന്താന്നുള്ളത്. ഒരു ടെൻസ് വന്നു കഴിഞ്ഞാല് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് മിസ്സിന്റെ ക്ലാസ്സിൽ കൂടിയാണ് ശരിക്കും മനസ്സിലായത്. അപ്പൊ ഇപ്പൊ എന്റെ മോനെ ഞാൻ പറഞ്ഞു കൊടുക്കും. അവനിപ്പോ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ് ഒക്കെ. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, കാരണം ഞാൻ പഠിച്ചത് അങ്ങനെയായിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും, എന്ത് സബ്ജക്ട് ആണെങ്കിലും, എന്ത് ടോപ്പിക് ആണെങ്കിലും നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് പഠിക്കാം എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് എടുക്കുന്നത്, അല്ലെ? ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം എന്ന് കേട്ടാൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യില്ലേ? സ്വാഭാവികമായിട്ടും പോകും. കാരണം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്ന് ഇംഗ്ലീഷ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. സോ അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ട് പഠിക്കാം. എന്റെ ട്രിക്കാണ്, ഞാൻ പഠിച്ച രീതികളാണ് ഇങ്ങനെ. അപ്പൊ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. നിങ്ങൾക്ക് പറഞ്ഞപ്പോ നിങ്ങൾക്കും അത് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഐ തിങ്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഗ്രാമർ എന്ന് പറയുമ്പോൾ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യം അതിലെ ടെൻസ് ആണ്. എങ്ങനെ നോക്കിയാലും ടെൻസ് മനസ്സിലാവില്ല. എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, ടെൻസ് പഠിക്കാൻ പാടാണ്. ഇവിടെ എനിക്ക് പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. ടെൻസ് എങ്ങനെയാണ് ഇതൊന്നും പഠിക്കാന്നൊക്കെ ആലോചിച്ചത്. പക്ഷെ ഇപ്പൊ എന്താണ്, ടെൻസ് വളരെ സിമ്പിൾ ആണ്, അല്ലെ? പണ്ട് ഹാസ് ഹാവ് ഒക്കെ എവിടെയാണ്, എങ്ങനെയാണ് എന്നറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ യൂസ് ചെയ്യാൻ മീനിങ് എന്താണ്, തിങ്സ് എന്താണ്, ആ സെൻറ്റൻസ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, അല്ലെ? നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാലും കേട്ടാലും നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ എന്ന് ഓർക്കാൻ പറ്റുന്നില്ലേ? എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആഡ്വേർബ്, എന്താണ്? ഇപ്പൊ മക്കളെ പഠിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വായം പിടിച്ചിരിക്കുമോ? നമുക്ക് അറിയില്ല. പണ്ട് പഠിച്ചാണെങ്കിൽ അതിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാരും അറിയാം. കണ്ടുപരിചയവും കേട്ടുപരിചയവും ഉണ്ട്. ഓക്കെ, സോ അതെല്ലാം നമുക്ക് ഈ കോഴ്സ് കൊണ്ടാണ്. പിന്നെന്താ പറയാ, ആസ് എ ടീച്ചേഴ്സ്, എല്ലാം ടീച്ചേഴ്സ് ആണ്. നന്നായിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഒരു ഗുഡ് ടീച്ചർ എത്തിക്കുക. എല്ലാവരും പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് സത്യമാണ്. പക്ഷേ എല്ലാവരും അവരൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മള് പഠിക്കുന്ന സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾക്ക് ഏതായിരുന്നു ഇഷ്ടപ്പെട്ട സബ്ജക്ട്? ഏതായിരുന്നു? സ്കൂൾ ടൈമിലോ കോളേജ് ടൈമിലോ എവിടെയാണെങ്കിലും? മാത്സ് ആയിരുന്നു. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ ആരായിരുന്നു? മാത്സ് ടീച്ചർ ആയിരുന്നോ? ആണോ? എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ഞാൻ കോൺവെന്റ് സ്കൂളിലായിരുന്നു. ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ നന്നായിട്ട് സംസാരിക്കും. നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. മലയാളം മീഡിയം ആയിരുന്നു. പക്ഷെ സിസ്റ്ററിന്റെ ക്ലാസ്സിൽ സിസ്റ്റർ പോമൊക്കെ ചൊല്ലണത് ഭയങ്കര, നമുക്കത് പറഞ്ഞാൽ പറ്റില്ല, കേട്ടിരിക്കണം. അത്രയും അടിപൊളിയായിട്ട് സംസാരിക്കുമായിരുന്നു. അന്നോട്ട് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ ഈ നമ്മൾ പഠിച്ചത് മലയാളം മീഡിയം ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നും. ഇപ്പോഴും ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോപ്പിക് പ്രസന്റേഷൻ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ടൈമില്ല. ആകെ വീക്കിലി ഒരു ക്ലാസ്സേ നമുക്ക് കിട്ടുന്നുള്ളൂ. അത് ഇംഗ്ലീഷ്, അത് പോർഷൻ എടുക്കാൻ തന്നെ അത്രയും തന്നെ തികയുന്നില്ല. അതിനിടയിൽ എനിക്ക് സംസാരിപ്പിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ചെയ്യായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഗ്രാമർ, നിങ്ങൾ എല്ലാവരും ബിഗിനേഴ്സ് ആണോന്നും അറിയാത്തവരുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ പഠിപ്പിച്ചു വന്നപ്പോ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെയൊക്കെ മിക്കതും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് തന്നെയാണ്. ടോപ്പിക് കൊടുക്കുന്നു, അവർ പ്രാക്ടീസ് ചെയ്യുന്നു, സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആകെ ചെയ്തത് ഞാൻ കുറച്ച് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് തന്നു നിങ്ങൾ ക്ലാസ് എടുത്ത്, അല്ലെ? അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിരുന്നു തോന്നുന്നു ക്ലാസ് എടുത്തവർക്ക്. ആണോ? ശരിയായിരുന്നോ? അത്രയും പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് അത്രയും ബൈഹാർട്ടായി, അല്ലെ? ആണോ? ക്ലാസ് എടുത്തവർ ഇതിനകത്തുണ്ടോ? ഫാത്തിമ ക്ലാസ് എടുത്തല്ലേ? ഫാത്തിമ, സമീറ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ പിന്നെന്താണ്, എല്ലാവരെയും ഇതുവരെ നേരിട്ട് ആരെയും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, പക്ഷെ എനിക്ക് നിങ്ങളെ ഞാൻ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. ആരെയും കണ്ടിട്ടില്ല ഞാൻ. എല്ലാവരും കോൺവെക്കേഷന് വരുന്നുണ്ടോ? വരുന്നുണ്ട് എല്ലാവരും? വരണം ആഗ്രഹമുണ്ട് മിസ്, വരാൻ പറ്റില്ല, അബ്രോഡാണ്. അബ്രോഡാണോ? ഓക്കെ. അതില് വരാൻ ചാൻസ് ഉള്ളവരുണ്ടോ? വരുന്നവര് ആരെങ്കിലും ഒക്കെ കോൺവെക്കേഷന് വരുന്നുണ്ടെങ്കിൽ വന്ന് സംസാരിക്കാം കേട്ടോ. എനിക്കറിയില്ല നിങ്ങളെ ആരെയും.
സ്കൂള് ഇല്ലാത്ത ദിവസമാണെങ്കിൽ വരാം, ഓർ ഐ ട്രൈ ടു കം. ഓക്കെ, വരുന്നുണ്ടെങ്കിൽ വരുന്നവരോട് പറയാണ് കണ്ടാ സംസാരിക്കുക. ചിലപ്പോ പേര് പറയുമ്പോ മനസ്സിലാവണമെന്നില്ലാട്ട് എനിക്ക് പൊതുവെ അങ്ങനെയാണ്. മിസ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കും. കാരണം എനിക്കറിയാൻ പറ്റില്ല, ഒരുപാട് ബാച്ച് പഠിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റില്ല. സോ ബാച്ച് പറയാ, ബാച്ച് ഓൾറെഡി കോൺവെക്കേഷൻ നിങ്ങളുടെ ബാച്ച് ആയിരിക്കും, എന്നാൽ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. അറിയാം, നിങ്ങൾ എല്ലാവരെയും എനിക്കറിയാം. ഓക്കെ, പെട്ടെന്ന് പേര് ഓർക്കില്ല എന്നുള്ളൂ, പക്ഷെ എല്ലാവരെയും എനിക്കറിയാം കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയാ, അപ്പോ ലാസ്റ്റ് ക്ലാസ് ആണ്, ഇനി നമ്മള് കോൺവെക്കേഷൻ മീറ്റ് ചെയ്യാം. സോ ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മിസ് പറഞ്ഞു ഇപ്പോ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ക്ലാസ്, വി വോണ്ട് ബി മീറ്റിംഗ് നോ. അപ്പോ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് വരാൻ പോകുന്ന എക്സാമ്പിൾസ് എന്തെങ്കിലും തരാൻ പറ്റുമോ മിസ്? ഒന്ന് ക്ലാസ് റൂമിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അപ്ലോഡ് ചെയ്യലോ അറിയില്ലല്ലോ, ഞാൻ എങ്ങനെയാ പറയാപ്പോ. റംല ക്ലാസ്സിൽ റംല ഉണ്ടോ? റംല ഉണ്ട്. റംല ആയിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ അത് ത്രൂ അങ്ങനെയെങ്കിലും ഞാൻ നോക്കാം. എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം. ഓക്കെ, സോ മാക്സിമം ഞാൻ നോക്കാം. നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മാക്സിമം ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ, മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നപ്പോ കുറെ മോഡൽ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോ മാക്സിമം ഞാൻ കയറാൻ പറ്റും നോക്കാം. കാരണം പ്രാക്ടിക്കൽ സെക്ഷൻ ഒക്കെ കഴിയൂ, പ്രാക്ടിക്കൽ ഉണ്ട്, വൈവി ഉണ്ട്, കുറെ കാര്യങ്ങൾ ഇനി നിൽക്കുന്നുണ്ട്. അതൊക്കെ അതിനിടയിൽ എനിക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ, സോ പിന്നെന്താണ്, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ക്ലാസ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ടിരിക്കുക, എല്ലാവരും ജോലിയൊക്കെ സെറ്റ് ആവട്ടെ, നല്ല ടീച്ചേഴ്സ് ആയിട്ട് വരട്ടെ. ഓക്കെ, എപ്പോഴെങ്കിലും നമുക്ക് മീറ്റ് ചെയ്യാം, കോൺവെക്കേഷൻ അല്ലാതെ എപ്പോഴെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം, എനിത്തിങ്. ഓക്കെ, സോ ദെൻ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ താങ്ക് യു ഓൾ. ബൈ. Okay. Thank you, ma'am. Thank you, miss. Thank you.